ദിലീപിൻ്റെ പ്രതികരണം പുറത്തു വരുമ്പോൾ ദിലീപും കാവ്യയും ഇത്രയും ദിവസം ചെന്നൈയിലായിരുന്നുവെന്നും ചെന്നൈയിലുണ്ടായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചെറിയ അസുഖമുണ്ട് എന്നും ന്യൂമോണിയ ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നാട്ടിലെത്തിയ ഉടനെ അദ്ദേഹത്തിനെ കാണാൻ പോകണമെന്ന് ദിലീപിനോട് ആദ്യം പറഞ്ഞത് കാവ്യയാണ് എന്നാണ് ദിലീപ് പറയുന്നത്. മാമാട്ടിയും കൊണ്ടുപോകണം. അദ്ദേഹം ഒരുപാട് തമാശകൾ പറയുന്നത് മാമാട്ടിക്കും ഇഷ്ടമാണ്. മാമാട്ടിയുടെ കളിച്ചിരികൾ കാണാൻ സലീം കുമാറിനും വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് മകളെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അരികിൽ പോകണമെന്ന് കാവ്യ പറഞ്ഞിരുന്നു. എന്നാൽ പാലക്കാട് വരെ പോകേണ്ടി വന്നതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് യാത്ര മാറ്റിവെച്ചിരുന്നു. പക്ഷേ ആ അടുത്ത ദിവസമെന്ന് കരുതിയ അന്ന് രാവിലെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത്. അഡ്മിറ്റായി എന്ന് കേട്ട ഉടനെ തന്നെ ഞങ്ങൾ പാലക്കാട് നിന്ന് തിരിച്ചെത്തി. ഞാൻ വേഗത്തിലാണ് വണ്ടി ഓടിച്ചെത്തിയത്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതിയായിരുന്നു. നേരെ ആശുപത്രിയിലേക്ക് പോയപ്പോൾ രാവിലെ വന്നതിനേക്കാൾ മോശമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലായി. പ്രാർത്ഥിച്ചു, കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാത്രിയാണ് ഡോക്ടർ പറഞ്ഞത് ഇനി രക്ഷയില്ല എന്നുള്ള കാര്യം. വളരെയധികം സങ്കടത്തോടെയാണ് ഞാനത് കേട്ടത്. ഓരോ ജീവിതവും ഓരോ ബോണസ് പോയിൻ്റായി മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇവരോടൊക്കെ അഭിനയിക്കാൻ പറ്റിയല്ലോ, ഇവരോടൊക്കെ ജീവിക്കാൻ സാധിച്ചല്ലോ. എൻ്റെ കൂട്ടുകാരന്മാരാണ് എല്ലാവരും. ഒരുമിച്ച് കളിച്ച് വളർന്നവരാണെന്ന് തന്നെ പറയാൻ പറ്റുന്നതിനപ്പുറം ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയവരാണ് എന്ന് പറയുന്നതായിരിക്കാം കൂടുതൽ ഭംഗി. ഏറ്റവും കൂടുതൽ ആളുകൾ വളരെയധികം തന്നെ കൃത്യമായി ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. കാവ്യയ്ക്കും സലീം കുമാറിനെ വളരെയധികം താല്പര്യമാണ്. എപ്പോഴും സലീം കുമാറിൻ്റെ വാർത്തകൾ വന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കും അത് വളരെയധികം നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ഇത്തരത്തിലൊരു വാർത്ത പറഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ദിലീപിൻ്റെയും സലീം കുമാറിൻ്റെയും സൗഹൃദം. ഒരുപാട് ദിലീം സിനിമകളിൽ നമുക്കറിയാം സലീം കുമാർ ഇല്ലാതെ നമുക്ക് ഇനി ചിന്തിക്കാൻ പോലും ആകില്ല എന്നത്. അതെല്ലാം അങ്ങനെ എത്തിച്ചതെല്ലാം സലീം കുമാറിൻ്റെ ഒരാളുടെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ കരിയറും കഥാപാത്രങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദിലീപും സലീം കുമാറും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാവ്യയുമായും നല്ല സൗഹൃദമാണ്. ഇരുവരുടെയും വിവാഹത്തിനും സലീം കുമാർ എത്തിയിട്ടുണ്ടായിരുന്നു. ദിലീപിനെതിരെ ഒരുപാട് പേർ രൂക്ഷമായി പ്രതികരിക്കുമ്പോഴും സലീം കുമാർ അങ്ങനെയൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്താണ് വിധിയെന്നും എന്താണ് കാര്യമെന്നും കോടതി പറയട്ടെ എന്നായിരുന്നു അന്ന് സലീം കുമാർ പറഞ്ഞതെല്ലാം തന്നെ. ജനങ്ങൾ അങ്ങനെ വെറുതെ വിധി എഴുതിയാൽ ശരിയാകില്ലല്ലോ, അതൊരു സത്യമാകില്ലല്ലോ. ശരിക്കും സത്യമാണ് അല്ലെങ്കിൽ എന്താണ് കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പ്രേക്ഷകരെല്ലാവരും മറുപടിയായി കുറിക്കുകയും ചെയ്തു. ഇതോടെ ദിലീപും കാവ്യയും സലീം കുമാറിനെ കാണാൻ പോവുകയായിരുന്നുവെന്നും അതിനിടയിൽ തന്നെയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് കൂടുതൽ ആയതും എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം നന്നായി തന്നെ അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം നന്നായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം പ്രീതിയായി എഴുതുന്നതും ഇതേ കാര്യം തന്നെയാണ്. ആരാധകർക്ക് വളരെയധികം നന്നായി മനസ്സിലാകുന്ന കാര്യം കൂടിയാണിത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.